നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ക്വാറന്റൈൻ സെൻറ്ററിലോട്ട് ഒരു കൊറോണ വന്ന ഒരു രോഗിയെ, ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന രംഗമാണ്. ഏറ്റവും കൂടുതൽ രാത്രി സമയങ്ങളിലാണ് പേഷ്യൻറ്റിനെ ഇതുപോലെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാറ്. ഈ കവറിനകത്ത് കിടക്കുന്ന സാധനം എന്താണെന്നല്ലേ, അത് അവിടെ കിടക്കുന്ന വേസ്റ്റുകളാണ്. നമ്മൾ കഴിച്ച ഫുഡിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഉപയോഗിച്ച PP കിറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വേസ്റ്റുകളാണ് ആ ഒരു കവറിനകത്ത് നിറച്ചിരിക്കുന്നത്. അത് കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. ഡെയിലി 10 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലെ എന്നും വണ്ടി വന്നിട്ട് അവിടുത്തെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ കാര്യത്തിലൊക്കെ നോ കോംപ്രമൈസ്, അടിപൊളിയായിരുന്നു. ഞാൻ നിന്നിരുന്ന ക്വാറന്റൈൻ സെൻറ്ററിൽ ആ ഒരു ഫ്ലോറിൽ ഏകദേശം 100 പേരാണ് ഒരു സമയം ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ലേഡീസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 10-200 പേർക്കാണ് ഈ 4 ബാത്റൂം വെച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് കുളിക്കാനോ അലക്കാനൊക്കെ സമയം കിട്ടത്തുള്ളൂ. അത് ചെറിയൊരു പോസ്റ്റ് ആയിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലായിരുന്നു. രാവിലെ പൊറോട്ട, ബീഫ് ഫ്രൈ, ഉച്ചയ്ക്ക് ബിരിയാണി, 4 മണിക്ക് വട അല്ലെങ്കിൽ പഴംപൊരി, വൈകുന്നേരം ചപ്പാത്തി. ഒരാൾ ക്വാറന്റൈനിൽ വന്നതിന് ശേഷം 9 ഡേയ്സാണ് അവിടെ കിടക്കേണ്ടത്. അപ്പോൾ ഒരു 8 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് നമ്മളെ ഹെൽത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പേരിൻ്റെ അടുത്തൊരു ടിക്ക് മാർക്ക് അവർ മാർക്ക് ചെയ്യും. ഉള്ള മല്ലിയും മുളകും മഞ്ഞളും കരിഞ്ചീരക്കും ഇട്ടിട്ടൊരു തിളപ്പിക്കുന്ന വെള്ളം, എന്നിട്ട് അതും കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. PUBG കളിക്കുന്നവർക്ക് PUBG കളിക്കുക, ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് ഫ്രീ ഫയർ കളിക്കുക, കിടന്നുറങ്ങുന്നവർക്ക് കിടന്നുറങ്ങുക. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. ഒമ്പതാം ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ യാത്ര അയപ്പ് കിട്ടും. ഇതാണ് നമ്മൾ കൊറോണ കഴിഞ്ഞിട്ട് ഒരാളെ യാത്ര അയക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. Stop.